ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ഡിഷാണ്. ബാച്ചിലേഴ്സിനും സ്റ്റുഡൻസിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ചിക്കൻ തോരൻ. അതിനായിട്ട് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാനായിട്ട് ഇടുക. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. പയ്യെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ഒരു കയ്യിൽ വെച്ച് പയ്യെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായത് ഒരു 3 പച്ചമുളകാണ്. അത് ഞങ്ങൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്ന് പയ്യിട്ട് അതും ഒന്ന് നമ്മൾ സോട്ട് ചെയ്ത് എടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയും നമ്മളിത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിനകത്തേക്ക് നമ്മൾ ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. കാരണം സവാള, ഇഞ്ചിയും പച്ചമുളകും ഒന്നും അത്രയും വഴണ്ട് വരണ്ട. പെട്ടെന്ന് വഴണ്ട് കിട്ടാനാണ് നമ്മൾ ഉപ്പ് ആദ്യം ചേർക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ഇനി സവാള ചേർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അധികം പാടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തുടക്കത്തിൽ കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്നവർക്കൊക്കെ ഒത്തിരി എളുപ്പമായിട്ട് ഉണ്ടാക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പയ്യൊന്ന് ഈ സവാള വാടി വരുമ്പോൾ ഒരു 2 തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ആവശ്യമായത് മല്ലിപ്പൊടി. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ ചിക്കൻ അനുസരിച്ച് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മല്ലിപ്പൊടിക്ക് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ഒരു 1/4 ടീസ്പൂണാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത്. അത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഒരു 2/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. പിന്നെ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾക്ക് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല, ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർ ചേർക്കുക. നമ്മൾ മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർക്കുമ്പോൾ ചിക്കൻ മസാല ചേർക്കണമെന്നില്ല. ഞാൻ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയാണ് ഇട്ടേക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഞാൻ കഴുകി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരി ഒഴിച്ച് നമ്മൾ മാറ്റി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ക്യൂബ്സായിട്ട് ചെറുതായിട്ടാണ് കട്ട് ചെയ്തത്, തോരനായതുകൊണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനിൽ ഓൾറെഡി വെള്ളമുണ്ട്, എന്നാലും ചിക്കൻ വേവാൻ വേണ്ടി കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ്. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 15 to 20 മിനിറ്റ്സ്, ചിക്കൻ അധികം വേവില്ല, അപ്പോൾ അത്രയും ഒരു 15 to 20 മിനിറ്റ്സ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇന്ന് ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് മുകളിലേക്ക് നന്നായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ ചിരകിയത്. ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളൊരു 1.5 കിലോ ചിക്കനും എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ചിക്കൻ പാതി വേവായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ തേങ്ങ ഇടേണ്ടത്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ചിക്കനും ആ വെള്ളവും ചാറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഭയങ്കര നല്ല ഒരു ഡിഷാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. തുറന്ന് വെച്ച് വേവിച്ചു. നമ്മുടെ ചിക്കൻ തോരൻ റെഡിയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.